തന്നെയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഈ സ്വതന്ത്രയുടെ ലീഡും വളരെ നേരിയ ലീഡാണ് ഓരോ മണ്ഡലത്തിലും ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലെ കാര്യം വ്യക്തമാണ്. 6 സീറ്റുകളിൽ ഇപ്പോഴും സ്വതന്ത്ര മുന്നിട്ട് നിൽക്കുകയാണ്. അപ്ഡേറ്റ്, അതായത് ഏറ്റവും പുതിയ കണക്കാണ് ന്യൂസ് 18 നൽകുന്നത്. 47 കോൺഗ്രസ് ഹരിയാനയിൽ, 34 BJP. കോൺഗ്രസ് ഹരിയാനയിൽ 3 സീറ്റുകളിൽ INLD ലീഡ് ചെയ്യുകയാണ്. അത് അതിനിർണായകമാവുന്നു. 6 സീറ്റുകളിൽ സ്വതന്ത്രരാണ് മത്സരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മന്ത്രി ഉൾപ്പെടെ BJPയോട് പിണങ്ങി മത്സരിക്കുന്ന സിറ്റുവേഷൻ ഉള്ളതാണ് ഹരിയാനയിൽ. സ്വതന്ത്രരിൽ കൂടുതലും BJPയുടെ റബലുകളാണ്, കോൺഗ്രസിന്റെ റബലുകളും ഉൾപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും ഈ ലീഡ് ചെയ്യുന്നവരിൽ കൂടുതലും BJPയിൽ നിന്ന് പിണങ്ങിപ്പോയി മത്സരിക്കുന്നവരാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ 6 ഇടത്താണ് മറ്റുള്ളവർ ലീഡ് ചെയ്യുന്നത്, അതായത് സ്വതന്ത്ര ലീഡ് ചെയ്യുന്നത്. കിരൺ ബാബു കൂടി ചേരുന്നുണ്ട്. കിരൺ, ഇതിപ്പോൾ 45ലേക്ക് കോൺഗ്രസ് ചുരുങ്ങിയിരിക്കുകയാണ് ഹരിയാനയിൽ. അതായത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകൾ ഇപ്പോൾ ലീഡ് ചെയ്യുന്നില്ല ഹരിയാനയിൽ. കോൺഗ്രസ് 36, BJP, INLD 3, മറ്റുള്ളവർ 6. ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് വീണ്ടും ഹരിയാനയും ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് പോവുകയാണല്ലോ, കരുനീക്കങ്ങളിലേക്ക് പോവുകയാണല്ലോ. കോൺഗ്രസിന് 46 എന്ന കേവല ഭൂരിപക്ഷ സംഖ്യ കൃത്യം വേണ്ടതല്ലേ? INLD കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുമോ? ഫലസൂചനകളുടെ തുടക്കത്തിൽ ഹരിയാനയിൽ അനായാസമായൊരു കോൺഗ്രസ് ജയവും ജമ്മു കാശ്മീരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് NC സഖ്യം അനായാസമായ ഒരു ജയത്തിലേക്ക് വരുന്നു എന്നുള്ള സൂചനകൾ വരുന്നതാണെങ്കിൽ ഹരിയാനയിൽ കോൺഗ്രസിന്റെ ആ ഒരു വലിയ മുന്നേറ്റത്തിന് വലിയ ഇടി ഉണ്ടായിരിക്കുന്നു. കേവല ഭൂരിപക്ഷത്തിന്റെ അവിടേക്ക് 46ലേക്ക് അടുത്തിരിക്കുകയാണ്. നേരത്തെ 45ലേക്ക് താഴ്ന്നിരുന്നു. 46 സീറ്റുകളിൽ മാത്രമാണ് നിലവിൽ ഹരിയാനയിൽ കോൺഗ്രസ് മുന്നേറുന്നത്. BJP 35 സീറ്റുകളിലേക്ക് 20-22 സീറ്റുകളിലായിരുന്നു തുടർച്ചയായി നിന്നുകൊണ്ടിരുന്നത്. 3-4 റൗണ്ടുകളൊക്കെ കടന്നപ്പോഴേക്കും BJPയുടെ ഒരു മുന്നേറ്റം, BJP വലിയ തോതിലുള്ള തിരിച്ചുവരവാണ്. ഇനിയിപ്പോൾ ഏതു തരത്തിലേക്ക് അടക്കം കാണുന്ന തരത്തിലേക്കുള്ള തിരിച്ചുവരവാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ആദ്യ ഘട്ടത്തിലുണ്ടായ വലിയ മുന്നേറ്റം അത് പതിയെ ഇടിഞ്ഞ് ഇപ്പോൾ 45-46 എന്ന് പറയുന്നു. 46 എന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട മിനിമം സംഖ്യയാണ് 46. അത് കഴിഞ്ഞാൽ അതിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റു പാർട്ടികളുടെ ഒക്കെ സഹായം കോൺഗ്രസിന് തേടേണ്ടി വരും. INLDക്കാണ് മറ്റൊരു സീറ്റുള്ളത്. മറ്റ് സ്വതന്ത്രന്മാർ, മറ്റുള്ളവർ ജയിച്ചിട്ടുണ്ട്, മറ്റുള്ളവർ മുന്നേറുന്നുണ്ട്. മറ്റുള്ളവരുടെ മുന്നേറ്റം എന്ന് പറയുന്നത് കോൺഗ്രസ് വിമതന്മാരും BJP വിമതന്മാരും എല്ലാം ഉണ്ട്. ഹരിയാന പോലൊരു സംസ്ഥാനത്ത് കോൺഗ്രസ് വിമതനായാലും BJP വിമതനായാലും അവർ ജയിച്ചു കഴിഞ്ഞാൽ ഏതു പക്ഷത്തേക്കാണ് പോകുന്നത് എന്നതിൽ ഉറപ്പില്ല. ആരാണോ വിലപേശി കൂടുതൽ ആളിനെ മേടിക്കാൻ കഴിയുന്നത്, ആർക്കാണോ ആ വിലപേശൽ ശേഷി കൂടുതലുള്ളത്, ആ പക്ഷത്തേക്കൊക്കെ പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സ്വാഭാവികമായും ഹരിയാനയിലേക്ക് ജമ്മു കാശ്മീരിനേക്കാൾ ഏറെ ആദ്യഘട്ടത്തിലെല്ലാം കാശ്മീരിന്റെ ശ്രദ്ധയിലായിരുന്നു. നമ്മളെല്ലാവരും രാജ്യം തന്നെ ശ്രദ്ധിച്ചതാണ് അവിടെ ആര് ജയിക്കുമെന്നുള്ളിടത്തായിരുന്നു. അവിടെ വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് 45, BJP 36, മറ്റുള്ളവർ ഇപ്പോഴും 6ആണ്. 44-37 എന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം 44-37 എന്ന ഘട്ടത്തിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 46ആണ്. കേവല ഭൂരിപക്ഷത്തെക്കാൾ 2 സീറ്റ് പിന്നിൽ നിൽക്കുകയാണ് നിലവിൽ കോൺഗ്രസ് നിൽക്കുന്നത്. BJP പടിപടിയായി 22ൽ നിന്ന് ഉയർത്തി 37ലേക്ക് എത്തിയിരിക്കുന്നു. BJPക്കും ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതീക്ഷ വരുന്ന ഒരു ഘട്ടത്തിലേക്ക് ഹരിയാന നീങ്ങുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന വലിയൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസം എന്നൊക്കെ പറയാവുന്ന ആ വിശ്വാസത്തിന് ഇടിവ് വന്നിരിക്കുന്നു. 44-37 എന്ന് പറയുന്നത് ഏതു തരത്തിലും മാറിമറിയാവുന്ന ലീഡ് നിലയാണ്. ഇനി പൂർണ്ണമായും ഹരിയാനയിലേക്ക് തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും. ഹരിയാനയുടെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലെയൊക്കെ സ്ഥിതി നോക്കേണ്ടി വരും. ചെറിയ ഭൂരിപക്ഷമാണ് പല സീറ്റുകളിലും. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലെ കണക്കനുസരിച്ച് പലയിടത്തെയും ഭൂരിപക്ഷം എന്ന് പറയുന്നത് 2000-3000 അല്ലെങ്കിൽ 10,000-ൽ താഴെയുള്ള ഭൂരിപക്ഷം മാത്രമാണ് കോൺഗ്രസിനായാലും BJPക്കായാലും വലിയൊരു ശതമാനം സീറ്റുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഏതു സമയവും ഈ ഭൂരിപക്ഷ നില മാറിമറിയാനുള്ള സാധ്യതയുണ്ട്. 44-38 എന്നുള്ളതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. കേവലം 6 INLD 2 സീറ്റിലായി. INLD